മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പങ്കെടുക്കുന്നവരെ തിരഞ്ഞെടുക്കുകയാണ്. ഈ ഒരാഴ്ചത്തെ ടാസ്കുകളിലും അല്ലാത്തുള്ള പ്രവർത്തനങ്ങളിലുമുള്ള പെർഫോമൻസിൻ്റെ ബേസിസിലാണ് 3 പേരെ തിരഞ്ഞെടുക്കേണ്ടത്. ഓരോരുത്തരും 2 പേരുടെ പേര് വീതമാണ് പറയേണ്ടത്. അങ്ങനെ ഫൈനലി എല്ലാവരും കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നത് നെവിൻ, ബിന്നി, റെന ഫാത്തിമ ഇവരെ 3 പേരെയുമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട 3 പേര് തന്നെയാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കാരണം നെവീൻ്റെ സ്വേച്ഛാധിപതി എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് നല്ല രീതിയിൽ നെവീൻ പെർഫോം ചെയ്തിരുന്നു. ആ ഒരു ബേസിസിലാണ് നെവീന് 8 വോട്ടുകൾ ലഭിച്ചത്. പിന്നീട് റെന ഫാത്തിമയാണ്. റെനയ്ക്കും 8 വോട്ടുകളാണ് ലഭിച്ചത്. റെനേനെയും ടാസ്കിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ കിച്ചണിലുള്ള പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപതികളുടെ അടിമകൾക്ക് ലഭിച്ച ആ ഒരു ടാസ്കിൽ ബിന്നിയും റെന ഫാത്തിമയും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിരുന്നു. അതുകൊണ്ട് തന്നെ റെനയ്ക്ക് 8 വോട്ടുകളും മൂന്നാമതായി തിരഞ്ഞെടുക്കപ്പെട്ട ബിന്നിക്ക് 7 വോട്ടുകളാണ് ലഭിച്ചത്. ബിന്നിയെ തിരഞ്ഞെടുത്തതും ആക്ടിവിറ്റി ഏരിയയിലെ ആ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു 4ാമത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ക്യാപ്റ്റൻസി ടാസ്ക്കാണിത്. അതിൽ 3 തവണയും ബിന്നിയെ തിരഞ്ഞെടുത്തു എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ബിന്നി വളരെ ഡിസേർവിംഗ് ആണ്. അനീഷ വോട്ട് ചെയ്തത് ബിന്നിക്കും നെവീനുമാണ്. ഒനിൽ വോട്ട് ചെയ്തത് നെവീനും ബിന്നിക്കുമാണ്. അഭിലാഷ് വോട്ട് ചെയ്തത് നെവീൻ, അനീഷ്. ഷാനവാസ് വോട്ട് ചെയ്തത് നെവീൻ, റെന ഫാത്തിമ. ശൈത്യ വോട്ട് ചെയ്തത് നെവീൻ, അഭിലാഷ്. അനുമോള് വോട്ട് ചെയ്തത് രേണു, ഒനിൽ. ആദില വോട്ട് ചെയ്തത് ഒനിൽ, റെന ഫാത്തിമ. നൂറ വോട്ട് ചെയ്തത് ഒനിൽ, അക്ബർ. രേണുസുതി വോട്ട് ചെയ്തത് ഒനിൽ, അഭിലാഷ്. റെന ഫാത്തിമ വോട്ട് ചെയ്തത് ബിന്നി, നെവിൻ. അക്ബർ വോട്ട് ചെയ്തത് ബിന്നി, റെന ഫാത്തിമ. ബിന്നി വോട്ട് ചെയ്തത് നെവിൻ, റെന ഫാത്തിമ. ആര്യൻ വോട്ട് ചെയ്തത് റെന ഫാത്തിമ, ബിന്നി. ജിസേൽ വോട്ട് ചെയ്തത് നെവിൻ, റെന ഫാത്തിമ. നെവിൻ വോട്ട് ചെയ്തത് ബിന്നി, റെന ഫാത്തിമ. ശരത്ത് വോട്ട് ചെയ്തത് റെന, ബിന്നി. ഇനി ഇവർക്ക് വേണ്ടിയുള്ള ക്യാപ്റ്റൻസി ടാസ്കും ആരാണ് ക്യാപ്റ്റൻ ആകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.